ഇസ്രായേലിന്റെ പുതിയ മാസ്ക് നിരോധനം യൂദയായിലും സമരിയായിലും നിലവിൽ വന്നു. പുതിയ ഇസ്രായേൽ പ്രതിരോധ സേന സെൻട്രൽ കമാൻഡ് മേധാവിയുടെ ഉത്തരവ് പ്രകാരം നിയമം ലംഘിക്കുന്നവർക്ക് 6 മാസം വരെ ജയിൽ ശിക്ഷ ലഭിക്കും. കൂടാതെ മുഖംമൂടി ധരിച്ചുകൊണ്ട് ക്രിമിനൽ പ്രവൃത്തി എന്തെങ്കിലും നടത്തി പിടിക്കപ്പെട്ടാൽ അതിക്രമത്തിനു പുറമെ കുറഞ്ഞത് 2 വർഷം ജയിൽ ശിക്ഷ ലഭിക്കുമെന്നതാണ് നിർണായകമായ മാറ്റം. മേഖലയിൽ മുഖംമൂടി ധരിച്ചുകൊണ്ട് ഹമാസ് തീവ്രവാദികളും മറ്റ് ഭീകരവാദികളും സൃഷ്ടിക്കുന്ന അതിക്രമങ്ങൾ വർദ്ധിച്ചുവരുന്ന സാഹചര്യവും മുഖം മറച്ചുകൊണ്ട് അക്രമികൾ പിടിക്കപ്പെടാതെ രക്ഷപ്പെടുകയും ചെയ്യുന്ന സാഹചര്യവും ലോ എൻഫോഴ്സ്മെന്റിനെ നിരന്തരം ബുദ്ധിമുട്ടിലാക്കിയിരുന്നു. IDFന്റെ ഈ തീരുമാനം ഹമാസ് അനുകൂലികളെ മാത്രമല്ല, സമരമുഖത്ത് മുഖം മറച്ചെത്തുന്ന തീവ്ര നിലപാടുള്ള യഹൂദരെയും ലക്ഷ്യമാക്കിയുള്ളതാണെന്നാണ് റിപ്പോർട്ട്. മാസ്ക് ധരിക്കുന്നതിലൂടെ അക്രമത്തിന് മുന്നോടിയായി ഒരു വ്യക്തിയെ സംശയിക്കാനാകുന്നതായി അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇനി മാസ്ക് ധരിച്ചവരെ പ്രതിരോധ സേനയ്ക്കും പോലീസിനും കുറ്റവാളികളെന്ന് കണക്കാക്കി മുൻകൂട്ടി അറസ്റ്റ് ചെയ്യാനാകും. ഇതുവഴി യൂദയായിലും സമരിയായിലും നടക്കുന്ന സംഘർഷങ്ങൾ മുൻകൂട്ടി തടയാനാകുമെന്നാണ് കരുതുന്നത്. പുതിയ ഉത്തരവിൽ മതപരമായി മുഖംമൂടി ധരിക്കുന്നവർ, ഉദാഹരണത്തിന് ഹിജാബ് ധരിക്കുന്ന മുസ്ലിം സ്ത്രീകൾക്ക് ഇളവ് അനുവദിച്ചിട്ടുണ്ടെന്നാണ് സൈന്യം വ്യക്തമാക്കുന്നത്. അതേസമയം ഏകദേശം 3700 പാലസ്തീനികൾ ഇപ്പോൾ അഡ്മിനിസ്ട്രേറ്റീവ് ഡിറ്റൻഷനിലുണ്ട്. ആകെ 10700-ലധികം പാലസ്തീനികൾ ജയിലുകളിലും ഡിറ്റൻഷൻ സെന്ററുകളിലും തുടരുന്നുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്.